ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ്. എല്ലാവരും എന്തെടുക്കുകയാണ്? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ടിടുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ പീളിക്കുട്ടിയുടെ മുടി വെട്ടാൻ പോവുകയാണ്. നമ്മൾ സാധാരണ 1 വയസ്സ് കഴിഞ്ഞ വഴി മുടി വെട്ടാറുണ്ട് കേട്ടോ. പിന്നെ എവിടെയെങ്കിലും പോയിട്ട് വെട്ടാന്നൊക്കെ വഴിപാടൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഡിലേ ആക്കാറുണ്ട്. അപ്പം ഞങ്ങളങ്ങനെ വഴിപാടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മീൻസ് പഴനി അവിടെയൊക്കെ പോയിട്ട് മൊട്ടടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓക്കെ എന്നാൽ വീട്ടിൽ നിന്ന് തന്നെ വെട്ടാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഷോപ്പിലൊന്നും കൊണ്ടുപോയിട്ട് വെട്ടുന്നത് അത്ര പോസിബിൾ അല്ലല്ലോ ഈ ഒരു ടൈമിൽ. നടക്കുന്നുണ്ടാവില്ല. പിലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒതുങ്ങിയിരിക്കാത്തൊരു ടൈപ്പാണ് ഇനി. അപ്പോൾ കുറേ ടൈമൊക്കെ പോകും. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ വീട്ടിൽ നിന്ന് തന്നെ സെറ്റാക്കുക എന്നുള്ളത്. ദിച്ചുവിൻ്റെ ഒക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഉറങ്ങുമായിരുന്നു. ആ ഒരു ടൈമിലാണ് നമ്മളിത് വെട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എടുത്ത് നമ്മളിത് തുടങ്ങിയപ്പോൾ തന്നെ ആൾ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഉറക്കം ഇങ്ങോട്ട് മാറി പോവാത്തതുകൊണ്ട് തന്നെ ആൾ കുറച്ച് സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം ഇങ്ങനെ വിട്ടുമായിരുന്നു കേട്ടോ. മുടിയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇങ്ങനെ കത്രികയും കൊണ്ട് വെട്ടുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഒന്ന് ലെവലാക്കിയിട്ട് പിന്നെ മുട്ടടിക്കുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഫുള്ള് മുട്ടയാക്കിയിട്ട് ഇതാക്കണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ചൂടുമാണ്, പിന്നെ നല്ല തിക്കുള്ള മുടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ നന്നായിട്ട് മുട്ടടിക്കണം. പിന്നെ കാണുന്നവരൊക്കെ ചോദിക്കട്ടെ എന്താണ് മുടി വെട്ടാത്തത്, കണ്ണിക്ക് വരുന്നുണ്ടല്ലോ, കെട്ടി വെച്ചാൽ പോലും ഈ ചൂടത്ത് ആ മുടിയൊക്കെ ഒന്ന് വെട്ടി കൊടുത്തൂടെ, 1 വയസ്സ് കഴിഞ്ഞില്ലേ, മുടി വെട്ടിയാലാണ് നല്ല മുടി വരുള്ളൂ. അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കാണുമ്പോഴൊക്കെ പറയും ചെയ്യും, നമ്മളെ വീട്ടിലുള്ളവരും പറയും. പക്ഷേ ഞാനും കണ്ണേട്ടനും അങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നേ ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല മുടിയായിരുന്നു. ഇനിയും പിന്നെ മുടി വെട്ടിക്കഴിഞ്ഞാൽ ഫേസൊക്കെ എങ്ങനെ ഉണ്ടാവും, കാണാൻ എങ്ങനെ ഉണ്ടാവും, നമുക്ക് അങ്ങനെയൊക്കെ ഒരു തോട്ട് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഡിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. ഓരോ പരിപാടി ഇപ്പോൾ കല്യാണം ഉണ്ടായിരുന്നു, അത് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് വിഷു ആയിട്ട് അങ്ങനെ ഓരോ പരിപാടികളും ഇങ്ങനെ ഉണ്ടായിരുന്നു. കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിന്നിട്ടോ. അതാണ് ഇപ്പോൾ ഒരു 4 മാസം കഴിഞ്ഞിട്ടാണ്, ബർത്ത്ഡേ കഴിഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വെട്ടുന്നത്. സാധാരണ ബർത്ത്ഡേ കഴിഞ്ഞ് ആ പിറന്നാൾ മാസം കഴിഞ്ഞ വഴി തന്നെ ദിച്ചുവിൻ്റെ ഒക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ല മുടി ഉണ്ടാവും. ഇവന് ചെറിയ കുട്ടികൾക്ക് നല്ല മുടി ഉണ്ടായാൽ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരുമല്ലോ. കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് വെള്ളം പോവാത്തത്, പിന്നെ ഇപ്പോൾ വേനൽക്കാലമാണ്, അപ്പോൾ അതുകൊണ്ട് നല്ല വിയർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിന്നാലും കുട്ടികൾക്ക് ജലദോഷം അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് മുടി അത്ര നല്ലതല്ലല്ലോ. പക്ഷെ വെട്ടാൻ നമുക്കൊരു മടി ഉണ്ടായിരുന്നു. അങ്ങനെ ഫേസൊക്കെ ചേഞ്ച് ആവില്ലേ, ആ ഒരു സംഭവം. ഇങ്ങനെ മുടി വെട്ടുമ്പോൾ എനിക്കിങ്ങനെ ടെൻഷനായിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ണേട്ടനാണെന്നുണ്ടെങ്കിൽ ആദ്യം കത്രികയൊക്കെ വെച്ചിട്ട് വെട്ടിയിട്ടുണ്ടായിരുന്നു. അവർക്കാണെന്നുണ്ടെങ്കിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട് വെട്ടി ശരിയാവും എന്നുള്ളത്. ദിച്ചുവിൻ്റെ ഇവിടുത്തെ അച്ഛനാണ് കേട്ടോ വെട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെ അച്ഛനാണ് വെട്ടി കൊടുക്കാനൊന്നും വയ്ക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരാദ്യമായിട്ടാണ് ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എനിക്കും ടെൻഷൻ ഉണ്ട്. പക്ഷെ ആൾ നല്ല കോൺഫിഡൻസിലായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ കത്രിക വെച്ചിട്ട് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു നല്ല നീളമുള്ള മുടികളൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഷേവ് ചെയ്യണ ആ ഒരു സെറ്റും കൊണ്ട് ഇങ്ങനെ മുടി ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വെട്ടണം എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം കത്രിക കൊണ്ട് വെട്ടിയിട്ട് പിന്നെ ഡ്രിമ്മർ യൂസ് ചെയ്തിട്ട് ഫുള്ള് കുറ്റിയാക്കുക, പിന്നെ ഷേവിങ് സെറ്റ് എടുത്തിട്ട് ബാക്കി ബാലൻസ് നിൽക്കണ മുടിയും കൂടെ എടുക്കുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിയൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് ഡ്രിമ്മർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അതിനെന്തോ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അത് ഒഴിവാക്കിയിട്ട് പിന്നെ നമ്മളിങ്ങനെ ഈ ഒരു ഷേവിങ് സെറ്റ് എടുത്തിട്ട് മുടി കംപ്ലീറ്റ് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ അങ്ങനെ ഉറക്കം മാറുന്നതോടുകൂടി പീലിക്കുട്ടി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇറങ്ങാൻ നോക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാർട്ടൂൺ എന്തെങ്കിലും വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എന്തായാലും ഇതങ്ങനെ മുറിയാവുന്ന ടൈപ്പുള്ളൊരു ഷേവിങ് സെറ്റ് അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇളക്കിയാലൊന്നും പ്രശ്നമില്ല. പക്ഷെ നന്നായിട്ട് ഇളക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോണിൽ എന്തെങ്കിലും കാർട്ടൂൺ എന്തെങ്കിലും വെച്ചെടുത്ത ആളിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും ഇങ്ങനെ ചുറ്റും നിന്ന് കളിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ. അപ്പോൾ ഇതാ അങ്ങനെ മുടിയൊക്കെ വെട്ടി കഴിഞ്ഞപ്പോൾ തന്നെ ആളാകെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഫുള്ള് മുട്ടയും കൂടി ആക്കി എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പോൾ നമ്മളിങ്ങനെ പകുതിയാക്കി വെച്ചിരിക്കുകയാണ്. ആൾക്കൊന്ന് മൂഡ് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാർട്ടൂണൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യാൻ കേട്ടോ. പിന്നെ കുറേ നേരം ഇരുന്നിട്ട് ഇങ്ങനെ മുടി വെട്ടിയിട്ടും ഒക്കെ ടൈം കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഉച്ചവരെയൊക്കെ നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പീലിക്കുട്ടിയുടെ മൂഡ് അനുസരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. മൂഡ് മാറിയതോടുകൂടി നമ്മൾ വീഡിയോ എടുക്കലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു.
പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ആ ഒരു ഇത് ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. വീഡിയോ എടുക്കണമല്ലോ എന്നുള്ളൊരു സാധനം വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അത് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. പിറ്റേ ദിവസത്തല്ല, 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ എടുത്തതാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ക്ലീൻ ആക്കിയിട്ട് മുട്ട അടിച്ചതാണ്, പിന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു ചെറിയ വീഡിയോ ആണ്, അപ്പോൾ ഇതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഈ ഒരു കോലത്തിലാണ് നമ്മുടെ പീലിക്കുട്ടിയുടെ ലാസ്റ്റ് കട്ട് വന്നിട്ടുണ്ടായിരുന്നത്. 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ മുട്ട അത്യാവശ്യം നന്നായിട്ട് കറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് സിനിമയ്ക്ക് വേണ്ടിയിട്ട് പോവുകയാണ്, ആവേശം കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ദിച്ചു ആണെന്നുണ്ടെങ്കിൽ കുറേ ആയിട്ടുണ്ട് ഈ ആവേശം സിനിമ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കിത് കാണണം കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് കുറേ സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. കുറേ സിനിമയ്ക്ക് പറഞ്ഞാൽ ഒരു 4 സിനിമയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇറങ്ങുന്ന പടങ്ങളൊക്കെ അടിപൊളിയാണ്, എങ്ങനെ പോവാതിരിക്കാം. അപ്പോൾ നമ്മൾ റിവ്യൂസും കാര്യങ്ങളും നമ്മൾ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ അങ്ങനെ പോകുമ്പോൾ അടിപൊളിയാണെന്ന് പറയുമ്പോഴും പിന്നെ നമ്മൾ ട്രെയിലറും റിവ്യൂസൊക്കെ കാണുമ്പോഴും അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ദിച്ചുവിന് എന്തായാലും കാണണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇറങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇറങ്ങിയതിൻ്റെ മുന്നേ പറയാൻ തുടങ്ങിയത്, ഡെയിലി പറയും, എന്നിട്ട് ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കും ചെയ്യും. അപ്പം എന്നാൽ ശരി ഓക്കെ പോവാമെന്ന്. പിന്നെ കണ്ണേട്ടന് സിനിമ കാണുന്നത് വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും പോകാൻ വലിയ ഇതുണ്ടായിരുന്നില്ല. എല്ലാവരും കൂടെ പോകുമ്പോൾ രസമല്ലേ. ഞാനും തിരിച്ചും ഇതിൻ്റെ മുന്നേ മഞ്ഞുമൽ ബോയ്സ് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അങ്ങനെയെങ്കിലും പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ശരി കണ്ണേട്ടനോട് പറഞ്ഞ് ഞങ്ങളങ്ങനെ കണ്ണേട്ടനെ കൂട്ടിയിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ സിനിമ കാണാൻ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ പീലിക്കുട്ടി ഒതുങ്ങിയിരിക്കില്ല കേട്ടോ. ആൾക്കാണെന്നുണ്ടെങ്കിൽ ആ ഫ്ലോർ മൊത്തം നടക്കണം. അവിടെയാണെന്നുണ്ടെങ്കിൽ നടക്കാൻ പറ്റില്ലല്ലോ, കുറേ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അല്ലേ, പ്ലെയിൻ ആയിട്ടുള്ള ഫ്ലോറൊന്നുമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ ഒന്ന് ഒതുക്കി പിടിച്ചിരിക്കുക എന്നുള്ളത് ഭയങ്കര കഷ്ടമായിട്ടുള്ളൊരു പണിയാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആൾ ഉറങ്ങണം. നമ്മളിപ്പോൾ ഉറങ്ങുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 6 മണി ആ ഒരു സമയമായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം ഉറക്കിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഉറങ്ങിയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിന് ശേഷം ഞാൻ ഉറക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് ഉറങ്ങുമെന്നാണല്ലോ വിചാരിക്കുക, പക്ഷെ ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇൻ്റർവെൽ ആവാനായപ്പോഴേക്കാണ് കേട്ടോ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുവരെ കച്ചറ പിച്ചറ പറഞ്ഞിട്ട് നടക്കുക കളിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു, ഇറങ്ങി ഓടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആളാണെങ്കിൽ ഒതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിലീനെ കണ്ണേട്ടൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഞാനിങ്ങനെ നമ്മൾ സ്ക്രീനിൽ ആവേശം എഴുതി കാണിക്കുന്നത് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ എടുത്തിട്ട് സ്റ്റോറി സ്റ്റാറ്റസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഫോണും പൊക്കി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ വരും എന്ന് വിചാരിച്ചിട്ടും സത്യം പറഞ്ഞാൽ എപ്പോഴും എനിക്ക് അറിയില്ല കേട്ടോ ആ സിനിമയുടെ ടൈറ്റിൽ എപ്പോഴാണ് വരിക എന്നുള്ളത്. ഞാൻ ഇതിങ്ങനെ തുടങ്ങുമ്പോഴേക്കും ഫോണും പൊക്കി പിടിച്ച് അങ്ങനെ ഇരിക്കും, ഇപ്പോൾ വരും എന്ന് വിചാരിച്ചിട്ടും. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞാൻ അതിങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ കണ്ണേട്ടനാണ് പീലിക്കുട്ടീനെ ഹാൻഡിൽ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ പുറത്ത് പോയി നിൽക്കുക, ഞാൻ പീലിക്കുട്ടികളെ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ വന്നാൽ മതി എന്നിട്ടോ. ഒന്നാമതേ ആൾക്കാർക്ക് താല്പര്യമില്ല സിനിമയൊന്നും കാണുന്നതിനോടും. പിന്നെ ഞാൻ പറഞ്ഞത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ദിച്ചുവാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പീലിക്കുട്ടീനെ വാങ്ങിച്ചു എന്നിട്ട് കണ്ടിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പീലിക്കുട്ടി അതും ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടും. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താ വാങ്ങിച്ച മറ്റേ പോപ്കോണൊക്കെ വാങ്ങിച്ചിട്ടും അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പീലിക്കുട്ടി ഉറങ്ങി. പിന്നെ ഇത് ഇൻ്റർവെല്ലിന് പോയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചത് ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ സിനിമയൊക്കെ കണ്ടിറങ്ങി. സിനിമയെക്കുറിച്ച് പറയാനാണ് എന്നുണ്ടെങ്കിൽ അടിപൊളി എൻ്റർടൈൻ പടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കാണണം. കണ്ടിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെയാണ് വന്നത്, പക്ഷേ ആൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.